ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫൈനലി ഇന്നാണ് ഞങ്ങൾ കസിൻസൊക്കെ കൂടെ സ്റ്റേക്കേഷന് പോണത്. അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. തേജും നന്ദു അരച്ചേച്ചിയൊക്കെ തലേ ദിവസം തന്നെ ഫ്ലാറ്റിൽ എത്തിയിരുന്നു. ഹായ് അർച്ചി, ഹായ് പറ. ഹായ്. എന്താ മടിയൊക്കെ? ഹായ്. സംസാരിച്ചോ? നമ്മള് പോകുമ്പോഴൊക്കെ ഒരു ഭക്തിയുള്ള നല്ലതാ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ ഇന്ന് ഒരു കസിൻസ് ട്രിപ്പ് പോവുകയാണ്. ലാസ്റ്റ് നമ്മൾ എന്താ പോയത് ചേച്ചി? വർക്കല. ലാസ്റ്റ് ഞങ്ങളുടെ വർക്കല ട്രിപ്പ് ഇത്ര കൊല്ലം മുന്നേ. അങ്ങനെ ഇത്തവണ ദാ തേജ്, ഞാന്, ആര്ചേച്ചി, നന്ദു. സേ ഹായ്. നന്ദുവിന് എല്ലാരും കൂടെ ബാക്കിക്ക് തട്ടീനാണ്. തേജ് സ്റ്റാർട്ടറായിട്ട് DSP നമ്മള് എല്ലാരും അനക, മേഘ, മാട് മേജർ മിസ്സിങ്. പക്ഷെ എന്തൊക്കെയായാലും നമുക്ക് പോയാലേ പറ്റുള്ളൂ. The show must go on. ഓ, ഞാനില്ലാതെ പോയത് നിങ്ങളൊക്കെ. അതെ, അപ്പൊ ഞങ്ങള് ഞങ്ങൾ അങ്ങനെ പോണത് ഇന്ന് വേദിക് വില്ലേജ് ആലപ്പിയിലേക്കാണ്. ആലപ്പിന്നൊക്കെ പറയുള്ളൂ കുട്ടി. ആക്ച്വലി ഞങ്ങള് കൊറേ റിസർച്ച് ഒക്കെ നടത്തിയിട്ട്, അതെ അതെ, കൊറേ റിസർച്ച് തന്നെ, കൊറേ സ്ഥലങ്ങളൊക്കെ നോക്കി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇതാ റോയൽ കോർട്ട്യാർഡിലാട്ടോ വന്നത്, ആലപ്പുഴയില്. സോ അവരെല്ലാതും സെറ്റ് ചെയ്യണവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേ. ഇതിൽ ആർച്ചേച്ചിയും സുഗും ട്വിന്നിങ് അത്രേ, റെഡ് ആൻഡ് റെഡൊക്കെ. തേജ് ഷൂട്ടൊക്കെ തുടങ്ങി. ഞങ്ങൾ നല്ലൊരു സീ ഫുഡ് ലഞ്ച് കഴിക്കാന്നാട്ടോ വിചാരിച്ചത്. നല്ല വിശപ്പുണ്ട് ഇപ്പോൾ. ഞങ്ങൾക്ക് ആലപ്പുഴയിൽ ഒരു കൊളാബ് ഉണ്ടായിരുന്നു കേട്ടോ സീ ഫുഡ് ലഞ്ചിന്. സോ നമ്മൾ ഈ സ്പോട്ടിലാണ് വന്നത്, റോയൽ കോർട്ട്യാർഡ് ആലപ്പുഴ. അപ്പോൾ നല്ല മീൽസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീല് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. അത് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ലഞ്ച് കഴിച്ച് ഞങ്ങൾ ഇതാ നേരെ വേദിക് വില്ലേജിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിർത്തണം. ഇവിടെ നിന്ന് അവരുടെ ബോട്ടിലാണ് പോവുക കേട്ടോ. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ബോട്ടിൽ പോക്ക് നോക്കട്ടെ. ഹേ ആര്യ. ഹായ്. വയ്യാതായി പറയണേ. ഈ ബോട്ടിലത്ര നമ്മൾ പോണത്. ഏകദേശം ഒരു 10-20 മിനിറ്റ് നമുക്ക് ബോട്ടിൽ ഇങ്ങനെ പോകണം കേട്ടോ. ഈ കാണുന്നതാണ് വേദിക് വില്ലേജ്. അപ്പം ഞങ്ങളിതാ ഇവിടെ എത്തി. മണിയടിച്ചു പൊട്ടിക്ക്. ബാക്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മള് പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല, നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി വേദിക് വില്ലേജിലെത്തി. കരിമീനുണ്ട്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ഇപ്പം മറ്റേ റൂം റെഡി ആവണ വരെ ഇത് തന്നു. ഇവിടെ അതൊക്കെ വെച്ചു. എല്ലാരും പോന്നു. ഈ ബാൽക്കണിക്ക് റൂമിൽ തന്നെ ഒരു ഡോർ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. പുറത്തേക്ക് നോക്കിയാൽ ബോട്ട് പോണത് കാണലും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. ഇപ്പോഴും ഞങ്ങളിനി ഇവിടെ അടുത്തുള്ള പോർട്രി സെഷനൊക്കെ ഒന്ന് പോയി നോക്കി വരാം അല്ലേ. എല്ലാരും കിടന്നു ഗായ്സ്. വിഷ്ണുവേട്ടൻ അവിടെ കോളില്. ഈ റൂമിന്റെ ഉള്ളിൽ അടിപൊളിയാട്ടോ ശരിക്ക്. ഈ വ്യൂ ആണ് ഏറ്റവും നല്ല മുറ്റ്. ഇതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം ആര്ചേച്ചി പോയിരുന്നു.
ഇതെന്താന്നുള്ളതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. ഞങ്ങളുടേത് ലേക്ക് വ്യൂ റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ റൂമിൻ്റെ ഒരു ഫ്രണ്ട് ഇരിക്കുന്നത്. ഇവിടെ തന്നെ ഇരിക്കാൻ നല്ല രസമാണ്, വേറെ എവിടെയും പോകേണ്ട ആവശ്യം തോന്നില്ല. ഇങ്ങനെ ആ പുറത്ത് ബോട്ട് പോണതും നല്ല കാറ്റൊക്കെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്നാലും സുഗ്ജിക്കോ? സുഗ്ജി ഫോൺ നോക്കി പറ. നല്ല ആംബിയൻസ് അല്ലേ? ആഴ്ച അതിൻ്റെ ഇടയിൽ തെറ്റിപ്പോയി. ഞങ്ങളിപ്പോൾ പോർട്രി സെഷനൊക്കെ കഴിഞ്ഞു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തത് ചായ കുടിക്കാൻ പോട്ടെ കേട്ടോ. നല്ലൊരു ചായക്കട സെറ്റപ്പ് പോലെയൊക്കെ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫ്രെയിമുകൾ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ 2 പശുക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ പൂൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞാനും വിഷ്ണുവേട്ടനും ആർച്ചേച്ചി പൂളിൽ ഇറങ്ങണുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇറങ്ങണില്ല അത്രേ. ഈ പൂളിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല രസമാണ് കാണാൻ. ഇപ്പം കറക്റ്റ് സൺസെറ്റ് ടൈമാട്ടോ. തല മുട്ടുവോ? രാത്രി പിന്നെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ അതാ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്, ഇങ്ങനെ തലങ്ങും വിലങ്ങും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോവുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ള സമയമായിട്ടോ. എല്ലാവരും എന്താ വരിയായി ഇങ്ങനെ പോണു. ഇന്നെന്തായാലും ബൊഫയാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് നമുക്ക് പോയി നോക്കാം. പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതാ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായിട്ടോ. ഗൈസ് എല്ലാതും പാക്ക് ചെയ്തില്ലേ? ഹൗ വാസ് യുവർ സ്റ്റേക്കേഷൻ? സുഗിന് പറയാനില്ലേ ഒന്നും? അതെ, സുഗിന്റെ ക്ലിപ്പ്. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഇതാ തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പോൾ തിരിച്ചും ഇതേപോലെ ബോട്ടിൽ പോകണം. പക്ഷേ വെയിലുള്ള കാരണം ഞങ്ങൾ പറഞ്ഞു കവേർഡ് ബോട്ട് തന്നെ വേണം. ഇവരുടെ സർവീസസും അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കൊരു സ്റ്റേക്കേഷന് പറ്റിയ സ്പോട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ന്യൂയോർക്ക് കള്ള് ഷാപ്പിലാണ് കേട്ടോ പോയത്. ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കള്ളുകുടിക്കൽ മസ്റ്റാണല്ലോ. ഇവിടുത്തെ എല്ലാ സ്പെഷ്യൽ സാധനങ്ങളും ഞങ്ങൾ അങ്ങോട്ട് ഓർഡർ ചെയ്തു. എല്ലാതും നല്ല രസമുണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും ബാക്കി ആരും ഉണ്ടായില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇനി എല്ലാവരും വന്നിട്ട് നെക്സ്റ്റ് ടൈം ആവും ഇങ്ങനെ ഒരു ട്രിപ്പ്